ഹലോ ഗെയ്സ്, അപ്പം നിങ്ങളോടൊപ്പം സൂര്യ പത്തനംതിട്ട സീതത്തോട് കാടും പടലുമാണ്. അപ്പം നമ്മുടെ സീതത്തോട്ടിലെ ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡാണ് ഗവി. അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഗവിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ട്രിപ്പ്. അപ്പം നമ്മുടെ സീതത്തോട് നിന്ന് ഒരു 7:30 ആകുമ്പോഴാണ് ബസ്. ഇതെൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള ബസ് സ്റ്റോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. സീതത്തോട് മെയിൻ ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊരു 100 മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്റ്റോപ്പാണ്. ഞങ്ങൾ ബസ്സിനാണ് ഇന്ന് ഗവി യാത്രയ്ക്ക് പോയത്. അല്ലാതെ നമ്മുടെ വണ്ടിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മൾ ബസ്സിന് ഇതുവരെ പോയിട്ടില്ല. ബസ്സിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ നോക്കുക, എല്ലാവരും ഗവിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ആങ്ങുമുഴി റേഞ്ച് ഓഫീസ്. ഇവിടെ നിന്നാണ് നമ്മൾ ഗവി ടിക്കറ്റൊക്കെ എടുക്കുന്നത്, പുറത്തുനിന്ന് വരുന്നവരൊക്കെ. നമ്മൾ സീതത്തോടുകാരായതുകൊണ്ട് നമുക്ക് സീതത്തോട്ടിൽ നിന്ന് പോകുമ്പോൾ പ്രത്യേകിച്ച് ടിക്കറ്റൊന്നും വേണ്ട. അപ്പോൾ അതുപോലെ നമ്മൾ KSRTC ബസ്സിന് പോവുകയാണെങ്കിൽ നമുക്ക് ടിക്കറ്റൊന്നും വേണ്ട. ബസ്സിന് പോകുന്ന ആ ഒരു ടിക്കറ്റ് ചാർജ് മാത്രം മതി. ഏകദേശം സീതത്തോട് നിന്ന് ഒരു 60 കിലോമീറ്ററോളം ദൂരമുണ്ട് നമ്മുടെ ഗവിയിലേക്ക് കേട്ടോ. നമ്മുടെ പഞ്ചായത്തിലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം നമ്മളിങ്ങനെ ബസ്സിൽ കാണാൻ പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാൾ വരുന്നവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളാണ്. എൻ്റെ വീട് ഇരിക്കുന്ന സ്ഥലം ഏകദേശം ഇതുപോലെ മലയും കുന്നും പാറകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ്. എനിക്കിത് കാണുമ്പം കുറച്ച് എക്സൈറ്റഡ് ആണ്, എങ്കിലും എനിക്ക് അത്രത്തോളം വരത്തില്ല. കാരണം ഞാനിത് കണ്ടു വളർന്ന ഒരാളാണ്. പക്ഷേ എങ്കിൽ പുറത്തുനിന്ന് ഒരാൾ വരുവാണെങ്കിൽ ഇത് ഒത്തിരി നല്ല കാഴ്ചകളാണ്. ഇവിടുന്ന് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ പൊന്നമ്പലമേടൊക്കെ കാണാൻ പറ്റും. ശബരിമലയ്ക്ക് അടുത്തായിട്ട് വരും നമ്മുടെ ഈ ഗവി എന്ന് പറയുന്നത്. നമ്മുടെ സീതത്തോട് നിന്ന് 30 കിലോമീറ്ററൊക്കെ ഉള്ളൂ പമ്പയ്ക്ക് ദൂരമായിട്ട് വരുന്നത്. ഗവി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു അത്ഭുത കേന്ദ്രമാണെന്നാണ് നമ്മുടെ ഗൂഗിളിലൊക്കെ പറയുന്നത് കേട്ടോ. കാടുകളും മലനിരകളും മാത്രമല്ല, കുറേ ജലവൈദ്യുതി പദ്ധതികളുണ്ട്. മീൻസ് എന്താ, നമ്മുടെ ഈ ഡാമുകൾ കുറേ ഉണ്ട് നമ്മൾ പോകുന്ന സ്ഥലത്ത്. മെയിനായിട്ടും എല്ലാവരും ക്യാമറയും തുറന്നിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ വന്യജീവികൾ വരുമോ, അതിനെ കാണാൻ പറ്റുമോ, ആനയെ കാണാൻ പറ്റുമോ, പുലിയെ കാണാൻ പറ്റുമോ, എന്തിനേലും പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമോ എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് നമ്മുടെ ബസ്സിലുള്ളവരെല്ലാവരും തന്നെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നതും. അതുപോലെ വലിയ ഡാമുകളാണ്, നിറച്ചും വെള്ളമായിട്ട് വലിയ ഡാമുകളൊക്കെയാണ്. നമ്മൾ സീതത്തോട് കക്കാട്ട് പവർ ഹൗസിൽ നിന്ന് നേരെ അടുത്തത് ചെന്ന് കയറുന്നത് നമ്മുടെ മൂഴിയാറാണ്. അവിടേക്ക് നമുക്ക് വെള്ളം എത്തിക്കുന്നത് കക്കി ഡാമിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ കണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളോട് ബസ്സിലെ കണ്ടക്ടർ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അറിയാത്തവർക്കും ബസ് ഡ്രൈവറിനോ കണ്ടക്ടറിനോ ഒന്നും അറിയത്തില്ലല്ലോ. ഞാൻ സീതത്തോടുകാരിയാണ്, എനിക്കിവിടെയൊക്കെ അറിയാം, ഇന്ന പ്ലേസ് ആണെന്നൊന്നും അവർക്കറിയത്തില്ല. എന്നിരുന്നാൽ പോലും പുള്ളി എല്ലാവരോടും ആരാ എവിടുന്നാ എന്തെന്നൊന്നും അറിയാതെ പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം എത്തി. ഞങ്ങൾ ബ്ലാവിനെ കണ്ടു. കൊമ്പൊക്കെ ഉള്ള ഇത്രയത്തിനെയാണ് കണ്ടത്. പിന്നെ ആനയെ കണ്ടിരുന്നു. ആ ആകാംക്ഷ നിമിഷത്തിൽ ആരും വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇത് നമ്മുടെ കക്കി ഡാമിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെ നമുക്ക് ഡ്രൈവർ ബസ്സൊക്കെ നിർത്തി തരും. അങ്ങനെ ഞങ്ങൾ ഗവിയിലേക്കാണ് ടിക്കറ്റ് എടുത്തത്. ഗവി അടുക്കാറായപ്പോൾ ഞങ്ങളോട് കണ്ടക്ടർ ചോദിച്ചു കുമളിക്ക് വരുന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ കുമളിക്ക് പോയി. പ്രത്യേകിച്ച് ഞങ്ങൾ എങ്ങും ഇറങ്ങി നിന്ന് അങ്ങനെ വ്യൂസ് ഒന്നും എടുത്തില്ല. ആ കക്കി ഡാമിൻ്റെ വ്യൂ പോയിൻറ്റിൽ ബസ് നിർത്തിയപ്പോൾ എല്ലാവരും നല്ല ആകാംക്ഷയോടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും പുറത്തു നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. ഞങ്ങളും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു, ഏട്ടനും എടുത്തു, അങ്ങനെയൊക്കെ നിന്നു. അപ്പോൾ ഈ ഒരു മരത്തിനെ കുറിച്ചാണ് അന്നേരം ഇപ്പോൾ പറഞ്ഞത്. ഇത് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലി ഈ മരത്തിൻ്റെ തൊലിയിലെ എസൻസ് ഉണ്ടാക്കാൻ ഇതിൻ്റെ തൊലിയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ പുള്ളി പറഞ്ഞു തന്നു. പക്ഷെ മരത്തിൻ്റെ പേരെന്താണെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അവിടെയുള്ള ആദിവാസി ഊരിലെ അംഗങ്ങളൊക്കെ ഇത് കൊണ്ട് സൊസൈറ്റിയിലൊക്കെ കൊടുക്കുന്ന ഒരു മരമാണെന്നൊക്കെ കാണിച്ചിരുന്നു. പിന്നെ റോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, ഇത്രയും വീതിയൊക്കെ ഉള്ളൂ. ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരുന്നിട്ടാണ് ഈ വീഡിയോ എടുത്തത്. നല്ല കുലുക്കമൊക്കെയാണ് റോഡ് കേട്ടോ. ചില സ്ഥലത്തൊക്കെ നല്ല റോഡാണ്, ചില സ്ഥലത്ത് ഇപ്പം പണികൾ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ വാഹനത്തിനാണ് പോകുന്നതെങ്കിൽ നമുക്കിവിടെയൊക്കെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെ പറ്റും. ചില ഡാമുകളിലൊന്നും അത് അനുവദീയമല്ല. കാരണം അവിടെ നിന്ന് ഫോട്ടോ എടുക്കരുതെന്നവർ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗവിയുടെ അവിടെ ഉള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ, പാലം. ഇവിടെ ബോട്ടിങ്, ട്രക്കിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് ആൾക്കാർ നമ്മുടെ സീതത്തോട് പത്തനംതിട്ട വഴി വരുന്നവരുണ്ട്. അതുപോലെ നമ്മുടെ കുമളിയിൽ വന്നിട്ട്, അതായത് വണ്ടിപ്പെരിയാർ, ഇടുക്കി വണ്ടിപ്പെരിയാർ വന്നിട്ട് ഇവിടേക്ക് എത്തുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ വരുന്നവരുണ്ട് കേട്ടോ.
നമ്മൾ സീതത്തോട് നിന്ന് കുമളിയിലേക്ക്, അതായത് ഗവി വഴി കുമളിയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ നല്ല തിരക്കായിരുന്നു. കുറേ ആൾക്കാർ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് പരുന്തുംപാറ അങ്ങനെ പിടിച്ച് പോയ കുറേ ആൾക്കാരുണ്ട്. തിരിച്ചു വന്നപ്പം ഞങ്ങൾ 4 പേരേ ഉള്ളായിരുന്നു. കണ്ടക്ടറും ഡ്രൈവറും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബസ്സിൽ. അങ്ങോട്ട് പോയ സമയത്ത് ഇതുപോലെ ലാവിഷായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നപ്പം ആരും ഇല്ലാത്തത് കൊണ്ട് ഫ്രണ്ടിലിരുന്ന് നല്ല രീതിയിൽ റോഡൊക്കെ കണ്ടിട്ട്, ഇത്ര വീതിയൊക്കെ ഉള്ളു കേട്ടോ, 2 സൈഡും നല്ല വനമാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യമാണ്. അത് നിങ്ങളിലേക്ക് എനിക്ക് എത്തിച്ചു തരാൻ പറ്റി. അപ്പം ഞങ്ങളുടെ ഗവി എന്ന് പറഞ്ഞ ഈ ഒരു കുഞ്ഞു സ്ഥലം ഇത്രയും ഫേമസ് ആക്കിയത് നമ്മുടെ ഓർഡിനറി സിനിമയിൽ നിന്നാണ്. ഇത്രയും ഇത് ഫേമസ് ആയി വന്നത് തന്നെ. പോകുന്ന വഴിക്ക് നമ്മൾ ഇതുപോലെ വീടുകളൊക്കെ കാണുന്നെങ്കിൽ അത് വീടല്ല, നമ്മുടെ ഫോറസ്റ്റ് ഓഫീസ് ചെക്ക് പോസ്റ്റുകളൊക്കെയാണ്. കുറേ ചെക്ക് പോസ്റ്റുകൾ ചെക്ക് ചെയ്ത്, നമ്മുടെ ബസ്സാണെങ്കിൽ പോലും ബസ്സിനുള്ളിൽ കയറി, വണ്ടിപ്പെരിയാർ വെച്ചിട്ടുള്ള നമ്മുടെ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ബസ്സിനുള്ളിൽ കയറിയിട്ടാണെങ്കിലും അവർ ഫുള്ള് ചെക്ക് ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ അനുവദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫുൾ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ കയറി, ബസ്സിനുള്ളിൽ കയറി എല്ലാം സെർച്ച് ചെയ്തിട്ടാണ് നമ്മളെ പുറത്തേക്ക് വിടുന്നത്. സിറ്റി ജീവിതമില്ലേ, അതായത് നഗര ജീവിതത്തിൽ നിന്ന്, തിരക്കിൽ നിന്നും മറ്റേ നമ്മുടെ അകന്ന് മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക്, അതായത് മനസ്സ് നല്ല ശാന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗവി നല്ല മികച്ച ഒരു യാത്രാ ലക്ഷ്യമാണ് കേട്ടോ. ശുദ്ധമായ വായു, പ്രകൃതിയുടെ നിശബ്ദത, കാടിൻ്റെ സംഗീതം, അതറിയണമെങ്കിൽ ഇവിടെ വന്നൊന്ന് ഇതുപോലെ ബസ്സിലൊക്കെ ഇരുന്ന് പോയി വീഡിയോ ഒക്കെ എടുത്ത് പോയാലേ നമ്മൾ എത്രയൊക്കെ പറഞ്ഞു തന്നാലും അത് നമ്മൾ കണ്ടനുഭവിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു ഫീലിങ്സ്, ആ ഒരു സൈലൻസ്. കുറേ കിളികളുണ്ട്. പക്ഷി ഗവേഷകർക്കാണെങ്കിൽ ഇഷ്ടം പോലെ കിളികളുണ്ട്. അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രക്കിങ്ങിൽ കാട്ടിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അവരതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ റോഡിൻ്റെ വീതിയൊക്കെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ കണ്ടില്ലേ. ഇപ്പോൾ ഒരു ഓട്ടോ വന്നാലോ ഒരു കാറ് വന്നാലോ ഇത്രയും വീതിയൊക്കെ ഉള്ളൂ. അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും. പിന്നെ ഞാനും ഏട്ടനും ഇപ്പോൾ പോയ ഈ ബസ് എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ഈ റൂട്ട് ഓടുന്ന ബസ് തന്നെയാണ് KSRTC. അല്ലാതെ ജംഗിൾ സവാരി എന്ന് പറഞ്ഞിട്ട് ബസ്സുണ്ട് എപ്പോഴും ഇതിനകത്ത് കൂടെ, നമ്മുടെ കാട് കാണാൻ വേണ്ടി മാത്രം. അത് സീതത്തോട്ട് പത്തനംതിട്ടയിലേക്ക് വരത്തില്ല, ഗവിയിൽ വരും. അതുപോലെ കക്കി ഡാമൊക്കെ കണ്ട വ്യൂ പോയിൻ്റൊക്കെ കാണിച്ച് തിരിച്ചതുപോലെ കുമളിക്ക് പോകും. അങ്ങനെ പല ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ ഈ പോകുന്ന വഴിക്ക് തന്നെ കുറേ ജംഗിൾ സവാരി KSRTC ബസ്സുകൾ തന്നെ വന്നിരുന്നു. നമ്മളീ പുറത്ത് ഫ്ലാറ്റുകളിലൊക്കെ താമസിച്ച് അവർ പുറത്തേക്ക് നോക്കുമ്പം കൂടുതലും കാണുന്നത് വേറെ വീടുകളും റോഡുകളും ഇതുപോലെ ഭയങ്കര സൗണ്ടുകളും, വണ്ടികളുടെ സൗണ്ട്, വണ്ടിയുടെ ഹോണിൻ്റെ സൗണ്ട്, അതൊക്കെ മാത്രമാണ് കേൾക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പം നമ്മൾ അല്ലാതെ വണ്ടി ഓടിച്ച് വരുവാണെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്ന് നോക്കണം. അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ ഒരു വ്യത്യാസം. ഭയങ്കര നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും കുറച്ച് നേരം നമ്മൾ ആ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് എൻ്റെ വീടിരിക്കുന്നിടത്തും വണ്ടിയൊന്നും വരാറില്ല, കാടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ചാനലിൻ്റെ പേര് കാടും പടലവും എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ കക്കിയിലൊക്കെ വന്ന് ഞങ്ങൾ ചോറൊക്കെ കെട്ടിക്കൊണ്ടാണ് പോയത് കേട്ടോ, ഫുഡായിട്ട്. അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പണ്ടത്തെ വാഴയിലയിൽ ചോറൊക്കെ കെട്ടിപ്പോയി കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളും പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ സൺഡേ ആണ് പോയതുകൊണ്ട് ഹോട്ടൽസ് ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ചോറ് കെട്ടിക്കൊണ്ട് പോയത് ഏതായാലും നന്നായി. ഞങ്ങൾ അവിടെ കയറി ഒരിടത്ത് ഇരുന്നിട്ടാണ് ഞങ്ങളുടെ ഇലപ്പൊതിയൊക്കെ കഴിച്ചത്. ഞങ്ങൾ അങ്ങനെ കക്കി കഴിഞ്ഞ് നമ്മുടെ കുമളിയിലാണ് നമ്മൾ ഈ ചോറൊക്കെ കഴിച്ചത്. ചോറും ചമ്മന്തിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ 2 പേരും ഉള്ളതുകൊണ്ട് ബസ് നല്ല എടുത്തടിച്ചിട്ടാണ് വന്നത്. കണ്ടില്ലേ, നല്ല കുലുങ്ങി മറിഞ്ഞിട്ടാണ് ബസ് വരുന്നത്. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ റേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. ഫോണിൽ നമുക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. BSNL റേഞ്ച് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ബൈ.